ഇന്ത്യൻ സിനിമയിലെ മികച്ച നടിമാരിൽ ഒരാളാണ് ശോഭന. ബാലതാരമായ സിനിമയിലെത്തിയ ശോഭന ഏപ്രിൽ 18 എന്ന ചിത്രത്തിലൂടെയാണ് നായികയായി അരങ്ങേറിയത്. പിന്നീട് മലയാളം, തമിഴ്, തെലുങ്ക്, കന്നഡ, ഹിന്ദി, ഇംഗ്ലീഷ് ഭാഷകളിലായി നിരവധി ചിത്രങ്ങളിൽ അഭിനയിച്ചു. മണിച്ചിത്രത്താഴിലെ പ്രകടനമാണ് മികച്ച നടിക്കുള്ള ദേശീയ, സംസ്ഥാന അവാർഡുകൾ ശോഭന സ്വന്തമാക്കിയത്. വർഷങ്ങൾക്ക് ശേഷം മോഹൻലാലുമായി ശോഭന ഒന്നിക്കുന്ന ചിത്രമാണ് തുടരും എന്ന ചിത്രം. മോഹൻലാലുമായി വീണ്ടും ഒന്നിച്ചപ്പോഴുള്ള അനുഭവം പങ്കുവെക്കുകയായിരുന്നു ശോഭന. ഇത് വലിയ രീതിയിൽ ശ്രദ്ധിക്കപ്പെടുകയും ചെയ്തു. തനിക്ക് ആ സെറ്റ് വളരെ നല്ല അനുഭവമായിരുന്നു എന്നാണ് ശോഭന പറഞ്ഞു തുടങ്ങുന്നത്. എന്നാൽ തന്നെ എങ്ങനെ സഹിച്ചുവെന്ന് ആ സിനിമയുടെ ക്രൂവിനോട് തന്നെ ചോദിക്കണമെന്നും ശോഭന കൂട്ടിച്ചേർക്കുന്നുണ്ട്. ആ സെറ്റിൽ അവർ എന്നെ വെച്ച് എങ്ങനെ സഹിച്ചു എന്നത് അവരോട് തന്നെ ചോദിക്കണം. എനിക്ക് അതിനെപ്പറ്റി അറിയില്ല. വർഷങ്ങൾക്ക് ശേഷം മോഹൻലാലുമായി ഒന്നിക്കുകയാണെങ്കിലും അത് വലിയൊരു കൊമേഴ്ഷ്യൽ സിനിമയൊന്നുമല്ല. ഈ അടുത്തായി അദ്ദേഹം ചെയ്തു വരുന്ന തരത്തിൽ ചുറ്റിലും വലിയ ആൾക്കൂട്ടങ്ങളും ബഹളങ്ങളും ഒക്കെയുള്ള കഥാപാത്രമല്ല അത്. ഒരു സാധാരണ ടാക്സി ഡ്രൈവറായാണ് ലാൽ സാർ വരുന്നത്. അയാളുടെ കുടുംബത്തിന്റെ കഥയാണ് ഈ പടം പറയുന്നത്. ഇത്രയും മലയാള സിനിമകൾ എങ്ങനെ ചെയ്തോ അതുപോലെയാണ് ഈ സിനിമയും ചെയ്തത്. നോർമലായിട്ടുള്ള സ്ക്രിപ്റ്റിൽ വളരെ നോർമലായിട്ടുള്ള ക്യാരക്ടറാണ് ലാൽ സാറിൻ്റേത്. ഞാൻ അദ്ദേഹത്തിന്റെ പാർട്ണറായിട്ടാണ് വേഷമിട്ടത്. വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള ഫീലാണ് എനിക്ക് ആ സെറ്റിൽ നിന്നും കിട്ടിയത്. ശോഭന പറഞ്ഞു വെക്കുന്നത് ഇങ്ങനെയായിരുന്നു. ഇതൊക്കെ കൂടാതെ തുടരും എന്ന ചിത്രത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ് പ്രേക്ഷകരെല്ലാം. പുതുവർഷത്തിലേക്ക് നമ്മൾ കടക്കാൻ പോവുകയാണ്. 2025 നമ്മൾ ആദ്യം കാണാൻ പോകുന്നതും മോഹൻലാലിന്റെ തുടരും എന്ന ചിത്രമാണ്. പ്രേക്ഷകർ വെയിറ്റ് ചെയ്തിരിക്കുന്നതും ഈ ചിത്രത്തിന് വേണ്ടി തന്നെ. ഏതാണ്ട് 29 ദിവസം കൂടിയുണ്ട് തുടരും എന്ന ചിത്രം നമുക്ക് മുന്നിലേക്ക് എത്താൻ വേണ്ടി. കൗണ്ട് ഡൗൺ തുടങ്ങി ആരാധകരും സോഷ്യൽ മീഡിയയിൽ എത്തിയിട്ടുണ്ട്. ഈ അവസരത്തിൽ തരൺമൂർത്തി പറഞ്ഞ വാക്കുകളും ശ്രദ്ധ നേടുകയാണ്. 2024 കടന്നു പോകുന്നത് ഒരുപാട് നല്ല ഓർമ്മകൾ സമ്മാനിച്ചുകൊണ്ടാണ്. അതിൽ ഏറ്റവും സന്തോഷം നൽകുന്ന കാര്യം മോഹൻലാൽ ശോഭന കൂട്ടുകെട്ടിനെ സ്ക്രീനിൽ വീണ്ടും ഒരുമിപ്പിക്കാൻ പറ്റി എന്നതാണ്. 100 ദിവസത്തോളം മോഹൻലാൽ എന്ന നടനോടൊപ്പം ഒരുമിച്ച് സഞ്ചരിക്കാനായി എന്നതാണ്. 2025 ഞങ്ങൾ കാത്തിരിക്കുകയാണ്. കഴിഞ്ഞ കുറച്ച് നാളുകളായി ആക്ഷനും കട്ടിനുമിടയിൽ ഞങ്ങൾ കണ്ട് രസിച്ച, ചിരിപ്പിച്ച, സന്തോഷിപ്പിച്ച നമ്മുടെ ലാലേട്ടനെ നിങ്ങളോടൊപ്പം കാണാൻ. നല്ല ദിവസങ്ങൾ തുടരും. തരൺമൂർത്തിയുടെ വാക്കുകൾ ഇതായിരുന്നു. എന്തായാലും ഏറ്റവും ആകാംക്ഷ മോഹൻലാലും ശോഭനയും ഒന്നിച്ച് കാണാൻ കഴിയുന്നു എന്നതാണ്. വർഷങ്ങൾക്ക് ശേഷമാണ് ഇരുവരും ജോഡികളായി ഒരു ചിത്രത്തിൽ എത്തുന്നത്. കാരണം ഒത്തിരി സെലിബ്രേറ്റ് ചെയ്യപ്പെട്ട ജോഡികളായിരുന്നു ഇവരുടേത്. പക്ഷേ ഇതിനു മുമ്പേ തന്നെ ഇവർ ഒന്നിക്കേണ്ടതായിരുന്നു. അതും ഇതിലും വലിയൊരു മികച്ച സിനിമയിൽ. പറഞ്ഞു വരുന്നത് ദൃശ്യം എന്ന സിനിമയിലെ ആ വലിയൊരു ഞെട്ടിപ്പിക്കുന്ന കാര്യമായിരുന്നു. കാരണം ഇത് പറഞ്ഞത് ശോഭന തന്നെയാണ്. തുടരും എന്ന സിനിമയ്ക്ക് മുൻപേ തന്നെ മോഹൻലാലിന്റെ ഹിറ്റ് ചിത്രമായ ദൃശ്യം എന്ന സിനിമയിൽ അഭിനയിക്കാനുള്ള അവസരം തനിക്ക് വന്നിരുന്നുവെന്ന് പറയുകയായിരുന്നു ശോഭന. ലാൽ സാറിന്റെ ഫേമസ് ചിത്രമായ ദൃശ്യത്തിൽ അഭിനയിക്കാനുള്ള അവസരം എനിക്ക് വന്നിരുന്നു. ചിത്രത്തിന്റെ സ്ക്രിപ്റ്റ് വരെ വായിച്ചതാണ്. പക്ഷേ എനിക്ക് ചെയ്യാൻ സാധിച്ചില്ല. കാരണം ഞാൻ വിനീത് ശ്രീനിവാസനൊപ്പമുള്ള തിര ചിത്രത്തിന്റെ ഷൂട്ടിംഗ് തിരക്കിലായിരുന്നു. ശോഭന പറഞ്ഞു വെക്കുന്നത് ഇങ്ങനെയായിരുന്നു. കഴിഞ്ഞ ദിവസം മുതൽ ഈ കാര്യം വലിയ രീതിയിൽ ശ്രദ്ധിക്കപ്പെടുകയും ചെയ്തു സോഷ്യൽ മീഡിയയിൽ. എത്ര മലയാള സിനിമകൾ ഞാൻ അഭിനയിച്ചിട്ടുണ്ടോ അതുപോലെ തന്നെയായിരുന്നു തുടരും എന്ന ചിത്രവും. വലിയ കൊമേഴ്ഷ്യൽ സെറ്റ് ഒന്നും അല്ല. ഒരു സാധാരണ തിരക്കഥയിൽ മോഹൻലാൽ ടാക്സി ഡ്രൈവർ ആകുന്ന ചിത്രം. ഞാൻ അദ്ദേഹത്തിന്റെ ഭാര്യയാണ്. ഏറെ കംഫർട്ടബിൾ ആയ ഫീലാണ് തുടരും ചിത്രത്തിന്റെ സെറ്റിൽ. അതിനൊപ്പമായിരുന്നു ദൃശ്യം എന്ന സിനിമയുടെ കാര്യം കൂടി ശോഭന തുറന്നു പറഞ്ഞത്. മോഹൻലാലും ശോഭനയും 20 വർഷങ്ങൾക്ക് ശേഷമാണ് ഒരു ചിത്രത്തിൽ ഒന്നിക്കുന്നത്. 2004 ജോഷി സംവിധാനം ചെയ്ത മാമ്പഴക്കാലത്തിലാണ് ഇരുവരും അവസാനമായി ജോഡികളായത്. 2009 റിലീസ് ചെയ്ത സാഗർ ഏലിയാസ് ജാക്കി എന്ന ചിത്രത്തിൽ ഇരുവരും ഒരുമിച്ച് അഭിനയിച്ചിരുന്നു. ഒരു ഫാമിലി ഡ്രാമ സ്വഭാവത്തിൽ ഒരുങ്ങുന്ന തുടരുമെന്ന ചിത്രത്തിലെ ശോഭനയുടെ കഥാപാത്രത്തെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ പുറത്തു വന്നിട്ടില്ല. ഓപ്പറേഷൻ ജാവ, സൗദി വെള്ളക്ക എന്നീ 2 പ്രേക്ഷക ശ്രദ്ധ നേടിയ സിനിമകൾക്ക് ശേഷം തരൺമൂർത്തി സംവിധാനം ചെയ്യുന്ന ചിത്രമാണിത്. രജപുത്ര വിഷ്വൽ മീഡിയയുടെ ബാനറിൽ എം രഞ്ജിത്ത് ആണ് ചിത്രം നിർമ്മിക്കുന്നത്. ചിത്രത്തിന് തിരക്കഥയൊരുക്കുന്നത് തരൺമൂർത്തിയും KR സുനിലും ചേർന്നാണ്. ചിത്രത്തിന്റെ ഛായാഗ്രഹണം നിർവഹിക്കുന്നത് ഷാജികുമാറാണ്. സൗണ്ട് ഡിസൈൻ വിഷ്ണു ഗോവിന്ദ്.